ഫയൽ 1 ജയിച്ചേ. അത് മതിയില്ലേ? അത്ര എഫക്റ്റ് കൊടുത്താൽ പോരെ? അല്ലെങ്കിൽ മൊത്തം നാറ്റ കേസാണെന്ന്. ഇനിയിപ്പോൾ ഞാൻ ആലോചിക്കുന്ന നാളെ മുതൽ ഈ വെടിനിർത്തലൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇനി ഇവന്മാരങ്ങനെ പൊക്കി പറയാൻ പറ്റൂല്ലോ അല്ലേ? എത്രയെന്ന് വെച്ചിട്ട് നമ്മുടെ ഇസ്രായേലിനെ ഇങ്ങനെ പൊക്കി പറഞ്ഞ് മാക്സിമം ഞാൻ അടിച്ചെടുത്തു. ഇനിയിപ്പം ഈ പരിപാടി ഇങ്ങനെ ഇപ്പം ഒന്ന് അവസാനിപ്പിക്കല്ലേ? പൈസ കിട്ടില്ലെന്ന്, ഡോളർ വികണ്ടേ നമ്മുടെ അക്കൗണ്ടിലോട്ട്? അതിന് നടക്കില്ല. അതാണ്. ഏതാണെങ്കിലും ഹമാസ് കീഴടങ്ങിയിട്ടില്ല. ഹമാസിൻ്റെ ആളുകൾ ഗസേന്ന് പിരിഞ്ഞു പോകുകയും വേണ്ട. ഇസ്രായേൽ പട്ടാളം ഗസേന്ന് പടിപടിയായിട്ട് പിരിഞ്ഞു പോകും. വെടിനിർത്തൽ തൽക്കാലത്തേക്ക് നിർത്തിയിട്ടുണ്ട്. ബന്ദികൾ, ഇവിടെ നിന്നുള്ള 20 ബന്ദികൾ ബാക്കിയുള്ളവരെ തിരിച്ചു കൊടുക്കും. അവിടെയുള്ള 2000-ഓളം പ്രിസണേഴ്സിനെയും ബാക്കിയുള്ളവരെയും തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലോ അല്ലെങ്കിൽ അമേരിക്കയോ അല്ലാത്ത മറ്റേതെങ്കിലും ആളുകൾ ഗസ സിറ്റി ഇനി ഭരിച്ചോളാം എന്നുള്ള സംഭവം തന്നിട്ടുണ്ട്. ഗസയിലോട്ടുള്ള എല്ലാ എയ്ഡുകളും, അത് മരുന്നുകളായിക്കോട്ടെ, മറ്റ് എല്ലാ സഹായങ്ങളും, ഫുഡായിക്കോട്ടെ, വെള്ളമായിക്കോട്ടെ, എല്ലാം എത്തിച്ചു തരാം എന്നുള്ളതും കരാറിൽ നമ്മൾ എഴുതി ചേർത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ ഇസ്രായേൽ ജയിച്ചിട്ടുണ്ട്. പോരെ? ഇപ്പോൾ ഒരു സമാധാനമൊക്കെ ആയില്ലേ? നമ്മുടെ നാട്ടിലെ മലനാടന്മാർക്കൊക്കെ ഒരു സമാധാനം കിട്ടിയല്ലോ അല്ലേ? സമാധാനം. ഇസ്രായേൽ ജയിച്ചു. ഇസ്രായേൽ ജയിച്ചു. ഹമാസ് തോറ്റോ? ഇല്ല. ഹമാസ് കീഴടങ്ങി? ഇല്ല. ഹമാസ് ആയുധം താഴെ വെച്ചിട്ട്? ഹമാസ് ആയുധം താഴെ വെച്ചിട്ടൊന്നുമില്ലാന്ന്. അല്ല, ഈ പറഞ്ഞ ബന്ദികളെ വിട്ടു കൊടുക്കാണ്ടിരിക്കും നമ്മൾ. പലസ്തീൻ ബന്ദികളെ ഒക്കെ നമ്മൾ കൊടുക്കും. അവർ നമുക്കും തരും, നമ്മൾ അങ്ങോട്ടും കൊടുക്കും. ഇനി ഗസ സിറ്റി ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ ഇസ്രായേലിൻ്റെ കൂടെ? അത് കിട്ടിയില്ലേ? നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പിരിയാനുള്ള, മാറാനുള്ള എല്ലാ പദ്ധതികളും എത്തിയിട്ട്. ജയിച്ചു അപ്പോൾ അല്ലേ ഇസ്രായേൽ? ജയിച്ചു. 10-65 അല്ലെങ്കിൽ 80-70,000 ആൾക്കാരെ കൊന്നു. ആ കൊന്ന ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതുപോലെ ഹമാസ് അവിടെ പോയിട്ട് കൊന്ന 1500 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ബന്ദികളായിട്ട് കൊണ്ടുവന്നതിൽ ഒരുപാട് ആൾക്കാർ മരിച്ചു. ഇനി ബാക്കിയുള്ള 10-20 ആളുകൾ മാത്രം ഇനി റിലീസായിട്ട് മുന്നോട്ട് പോകും. ഇതാണ് ഇപ്പം നടന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഇത് ജയോ തോൽവി എന്നുള്ളതല്ല. ഈ ജയവും തോൽവിയൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ നാട്ടിലെ ക്രിസംഗി, മുസംഗി, സംഘി ഗ്രൂപ്പുകളും ഈവൻ ഇൻ്റർനാഷണൽ ചാനൽസും മാധ്യമങ്ങളൊക്കെ നിങ്ങൾ എടുത്തു നോക്കും. നിങ്ങൾ ഈ പറഞ്ഞ മലൻ ടി വിയും ഈ മലനാടൻ്റെ മല വർത്താനങ്ങളും അല്ലെങ്കിൽ മറ്റേ ഹാർപ്പിക്കിൻ്റെ ലൈവും അല്ല കാണേണ്ടത്. നിങ്ങൾ ഇൻ്റർനാഷണൽ ന്യൂസുകൾ എടുക്കുക, നിങ്ങൾ ഇൻ്റർനാഷണൽ ജേർണൽസ് എടുക്കുക, റൈറ്റപ്സ് എടുക്കുക, ന്യൂസുകൾ കാണുക എന്താ നടക്കുന്നതെന്ന്. നിങ്ങൾ വേറെ ഒന്ന് ഇസ്രായേലി ടൈംസ് പോലത്തെ അല്ലെങ്കിൽ എന്താ പറയുക ജെറുസലേം പോസ്റ്റ് പോലത്തെ അല്ലെങ്കിൽ പിന്നെ ഹഡസ് പോലത്തെ ഒക്കെ നല്ല നല്ല ന്യൂസുകളുണ്ട് ഇസ്രായേലിൽ തന്നെ വരും. അതൊക്കെ ഒന്ന് എടുത്ത് വായിച്ച് നോക്ക്. ഇവിടെ ഹമാസ് തോറ്റിക്കാണോ ഇസ്രായേൽ ജയിച്ചിക്കാണോ എന്നുള്ളത്. അതായത് ഹമാസ് അവിടെ പോയിട്ട് ചെയ്ത് സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരുപാട് കാലം ഒരു ഓപ്പൺ എയർ പ്രിസണിൽ ജീവിച്ച ആൾക്കാർക്ക്, എല്ലാത്തിലും നിഷേധിക്കപ്പെട്ട് ജീവിച്ച ആൾക്കാർക്ക് അവർക്ക് രാജ്യം തിരിച്ചു വേണമെന്നും പറഞ്ഞ് ഹമാസ് അവിടെ പോയി ചെയ്ത് ചെറ്റത്തരും. ഇത്രയും ആളുകളെ കൊന്നൊടുക്കിയതും മറ്റവരവിടെ കാണിച്ചൊക്കെ ചെയ്ത് ചെത്ത് അത്രയും ആൾക്കാരുടെ ജീവൻ അവിടെ പോയി. അതിനുശേഷം ഇവിടെ 10-60,000 ആൾ 70,000 ആൾക്കാരുടെ ജീവൻ പോയി. ഇവർക്ക് പോയത് പോയി എന്നല്ലാണ്ട് ഹമാസിന് പ്രത്യേകിച്ച് ഒന്നും പോയിട്ടില്ല. ഹമാസ് ഇപ്പോഴും തോറ്റിട്ടില്ല. ഹമാസിൻ്റെ ഒരു നേതാക്കൾ മരിച്ചു എങ്കിലും ഹമാസ് അതുപോലെ തന്നെ ഒരു ഹമാസിൻ്റെ ഒരുത്തനെങ്കിലും ഈ പറഞ്ഞ ഇസ്രായേലികൾക്ക് ജീവനോടെ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഇവർ ബോംബ് വെച്ചു, വെടിവെച്ചു എന്നൊക്കെ പറയാനല്ല. ഒരൊറ്റ ബന്ദിനെ 200-250 ബന്ദികളെ കൊണ്ടുവന്നിട്ട് ഹമാസിൻ്റെ തുരങ്കത്തിൽ പോയിട്ട് ഇവന്മാർക്ക് ഒരാളെ, ലോകത്തിലെ ഏറ്റവും വലിയ പട്ടാളം കൂടെ നടക്കുന്ന ആൾക്കാർ, കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ഒരൊറ്റ ഒന്നിനെ റിലീസ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. എങ്കിലും മലനാടനൊക്കെ പറയാം ഹമാസ് തോറ്റു, ഇസ്രായേൽ ജയിച്ചു. മരവാണമേ, നിനക്കൊന്നും 5 പൈസൻ്റെ ബോധമല്ലേ? ഈ സംഘിനെ സുഖിപ്പിച്ച് സംഘികളെ ഇത് കേട്ടിട്ട് നമ്മുടെ മലയാള ന്യൂസ് കാണുന്ന ഇത് കേട്ട് സുഖിക്കുന്ന സംഘികൾ മാത്രമാണ്. അപ്പം പിന്നെ ഇവനൊക്കെ ഇസ്രായേലിൻ്റെ പൈസയും മേടിച്ച് സംഘികളെ സുഖിപ്പിക്കാൻ എന്തിനിടാണോ ന്യൂസ് എന്ന് പടച്ചമ്പരാന് പോലും അറിയില്ല. ഏതായാലും പൈസ കിട്ടുന്നുണ്ടല്ലോ അല്ലേ, അത് മതി, ഹയർ. അപ്പോൾ അതിലൊന്നും പിന്നെ പറയാനില്ല. അപ്പം ഈ പറഞ്ഞ ആൾക്കാരുടെ ജീവൻ പോയി എന്നല്ലാണ്ട്, ആ സ്ഥലങ്ങൾ, ആ ഗസ എന്ന് പറഞ്ഞ സിറ്റി നശിച്ചു എന്നല്ലാണ്ട്, ഈ ഇത്രയും ബന്ദികൾ മരിച്ചുപോയി എന്നല്ലാണ്ട് ഇവിടെ ഒരു ഹമാസും ജയിച്ചിട്ടില്ല, ഇസ്രായേൽ ജയിച്ചിട്ടില്ല. സ്ഥിതികളൊക്കെ പഴയതുപോലെ തന്നെ കുറേ ആളുകളുടെ ജീവൻ പോയി. ഇതാണ് ഇതിൻ്റെ അവസാനം സം ടോട്ടൽ എന്ന് പറഞ്ഞത്. ഈ ജീവൻ പോയ ആളുകൾക്കെല്ലാം പോയി, അതല്ലാണ്ട് ഒന്നും ഇവിടെ നടന്നിട്ടില്ല. എന്നിട്ട് ഇതിനെ ന്യായീകരിച്ച് നടക്കുന്ന ഇവന്മാരൊക്കെ കാണുമ്പോഴാണ് ചിരി വരുന്നത്. ഹമാസ് ഇപ്പം ട്രംപ് മുന്നോട്ട് വെച്ച 20 എന്താ പറയുക കരാറിലെ 20 പോയിന്റുകളായിരുന്നു. ആ 20 പോയിന്റുകൾ അംഗീകരിച്ചു? ഇല്ല. 20 പോയിന്റ് വന്നപ്പോൾ തന്നെ ഹമാസ് വ്യക്തമായിട്ട് പറഞ്ഞ 6 പോയിന്റുകൾ അതിനെ ക്രോസ് ചെയ്തിട്ട് അതും അംഗീകരിക്കപ്പെട്ടില്ല. അപ്പം ഇസ്രായേൽ ഇപ്പം അതും അംഗീകരിച്ചു. ഒരു കാര്യമില്ല, ഹമാസ് നിരായുധീകരിക്കപ്പെട്ടിട്ടില്ല. ഹമാസ് ഗസ വിട്ട് പോകേണ്ട കാര്യമില്ല. ഇവരുടെ എന്താ പറയുക ട്രംപിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ആരും ഗസ ഭരിക്കാനും പോകുന്നില്ല. ഗസയിലോട്ട് ഇപ്പോൾ കിട്ടേണ്ട എല്ലാ സംഭവങ്ങളും അവിടെ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കണം. 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ
ഇത് എന്താ പറയുക ബന്ദി കൈമാറ്റങ്ങളും അല്ലെങ്കിൽ പ്രിസണേഴ്സിൻ്റെ കൈമാറ്റങ്ങളും നടത്തും. ഇവിടെ ഹമാസ് തോറ്റത്, ഇവിടെ ഇസ്രായേൽ ജയിച്ചത്. ഇസ്രായേൽ എവിടെ തോറ്റത്, ഹമാസ് ജയിച്ചത്. ഈ ജീവൻ പോയി എന്നല്ലാണ്ട് ഇതിനെ എന്ത് കണ്ടിട്ട് എന്ത് വിവരം കെട്ട ആയിട്ട് നമ്മുടെ നാട്ടിൽ ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവന്മാർക്കൊക്കെ 5 പൈസൻ്റെ ബോധവും വിവരവും ഇല്ലേ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ഇസ്രായേൽ പലവട്ടം സീസ് ഫയർ ഇപ്പോൾ 2 വട്ടം, അതായത് ഈ യുദ്ധം തുടങ്ങി 2023 തുടങ്ങി, അതിൻ്റെ 2 മാസം കഴിഞ്ഞപ്പം ഒരു സീസ് ഫയർ ഉണ്ട്. അത് ഇസ്രായേൽ തന്നെയാണ് അത് ഇല്ലാണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ 2025 സ്റ്റാർട്ടിങ്ങിൽ ട്രംപ് വന്ന സമയത്ത് മറ്റൊരു സീസ് ഫയർ ഉണ്ട്. അതും അവർ തന്നെ, ഇസ്രായേൽ തന്നെ ഇല്ലാണ്ടാക്കിയത്. ഇനിയിപ്പോൾ ഈ സീസ് ഫയർ അമേരിക്ക മുന്നിട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നാളെ നൊബേൽ പ്രൈസ് എന്താ പറയുക റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ സമാധാന ചർച്ചകൾക്കും അല്ലെങ്കിൽ ഇന്നത്തെ സീസ് ഫയർ ഉള്ളതുകൊണ്ട് നാളെ ട്രംപിന് ഒരു നൊബേൽ പ്രൈസ് കിട്ടും എന്നും തോന്നുന്നില്ല. എന്തായാലും പറയാൻ പാടില്ല, പറയാൻ പറ്റില്ല. എന്താണെങ്കിലും അതവിടെ നടക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അമേരിക്ക ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് കൊണ്ടും ചിലപ്പോൾ ഈ സീസ് ഫയർ കുറച്ചുകൂടെ ഒക്കെ എക്സ്റ്റെൻഡ് ആയി പോകാം. അല്ലാണ്ട് ഇത് കംപ്ലീറ്റ് സീസ് ഫയർ ആവുമോ അല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഉത്തരവാദിത്വം സത്യം പറഞ്ഞാൽ അതിൻ്റെ മധ്യസ്ഥ നിന്ന ആളുകൾക്കാണ്. അതിലൊന്ന് അമേരിക്ക നിൽക്കണം, ഒന്ന് ഈജിപ്ത് ആവണം, ഒന്ന് ഖത്തർ ആവണം. ഇവരെത്രത്തോളം അതിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടി വരും. അതല്ലാണ്ട് ഹമാസ് ജയിച്ച് ഇവർ ജയിച്ചെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു 750 ദിവസങ്ങളോളം ഉറക്കല്ലാണ്ട് അവിടെ ജീവിച്ച ആളുകൾക്ക് അറ്റ്ലീസ്റ്റ് കിടക്കുന്നത് പച്ച മണ്ണിലാണെങ്കിൽ വീടും കാര്യങ്ങളൊക്കെ എന്നോ പൊളിഞ്ഞു പോയിട്ടുണ്ട്. കൂട്ടത്തിലുള്ള ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ മക്കളും ഏട്ടനും അനിയനും ഭാര്യയും ഭർത്താവും ഒക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. ഇതിൽ ബാക്കിയുള്ള ആ ഒരു സമയത്ത് ഒരു രാത്രിയിൽ ഉറങ്ങാൻ ഈ ബോംബിൻ്റെയും വെടിയുടെയും ശല്യം ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ എത്തിയത് ആ പാവങ്ങൾക്ക് കിട്ടിയൊരു നല്ല കാര്യം. അത്രയും തന്നെയുള്ളൂ. പിന്നെ വിട്ടുകിട്ടുന്ന 20 ഇസ്രായേലി ബന്ദികൾ വിട്ടുകിട്ടിക്കഴിഞ്ഞാൽ ആ ഇസ്രായേലി കുടുംബങ്ങൾക്ക് അവർക്കും ഒരാശ്വാസം. അതല്ലാണ്ട് ഇവിടെ നടക്കാൻ പോകുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ ഈ ബന്ദി കൈമാറ്റങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവന്മാർ യുദ്ധം എന്നും പറഞ്ഞ് വരില്ല എന്നൊരു ഉറപ്പില്ല. കാരണം ഈ യുദ്ധം നിന്ന് കഴിഞ്ഞാൽ വേറൊരു യുദ്ധങ്ങളും വരാണ്ടിരിക്കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നെതന്യാഹു ആ പറഞ്ഞ വിചാരണക്ക് അല്ലെങ്കിൽ ഇസ്രായേലി കോർട്ടിലെ വിചാരണക്ക് തന്നെ വിധേയനായിട്ട് അയാളുടെ സ്ഥാനം തന്നെ തെറിച്ചു പോകും നമുക്കറിയാം. അതുകൊണ്ട് എത്രത്തോളം ഇത് കറക്റ്റായിട്ട് മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതിനെ പറ്റിയൊന്നും ഒരു ഐഡിയയും ഇപ്പോൾ ആർക്കും ഇവിടെ പറയാൻ പറ്റില്ല. എങ്കിൽ നമ്മുടെ നാട്ടിലെ സംഘികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ മലവാണങ്ങൾ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ന്യൂസുകൾ വിടുമ്പോഴാണ് എനിക്ക് ശരിക്കും ചിരി വന്നു പോകുന്നത്. കഷ്ടം. ഇവനൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസക്ക് സ്വന്തം മക്കളെയും തന്തനെയും തള്ളൻ്റെയും ഒക്കെ വായിലോട്ട് ഉരുട്ടി കൊടുക്കുമ്പോൾ ഏത് കാലത്ത് അവരൊക്കെ പൊട്ടിത്തെറിക്കുക എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും.